ബാലിയിലെ കുട്ടാ ബീച്ചിന്റെ പടിക്കെട്ട് കടന്ന് ഞാൻ പുറത്തേക്ക് നടക്കുകയാണ്. ലോകത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ സുഖവാസ കേന്ദ്രങ്ങളിലൊന്നാണ് ബാലി. ധാരാളം ടൂറിസ്റ്റുകൾ ഏത് സീസണിലും എത്തുന്ന സ്ഥലം. കുതിരവണ്ടികളും ആഘോഷത്തിന്റെ നിരവധി സാധ്യതകളുമെല്ലാം തെരുവിൽ നമുക്ക് കാണാൻ പറ്റും. ജനം നിറഞ്ഞൊഴുകുന്ന തെരുവുകൾ. മിക്കവാറും ഒരു വർഷത്തിന്റെ എല്ലാ ദിവസവും ഇത്തരത്തിൽ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് ബാലിയിലേക്ക്. ഞാൻ ബാലിയിലെ കുട്ടാ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ അവിടെ കുറച്ചാളുകൾ വഴിയോർത്ത് നിന്ന് മ്യൂസിക് ഒക്കെയായി ആളുകളെ ഉള്ളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിൽക്കുന്നു. പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെയുണ്ട്. ഇത് ഡിന്നർ ഒരുക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ അവരുടെ മെനു പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബൊഫേ ഡിന്നറാണ്. അവിടെ നിൽക്കുന്ന പെൺകുട്ടി എന്നോട് വിശദീകരിച്ചു തന്നു. 100,000, അതായത് 1,00,000 റുപ്പിയ നൽകിയാൽ ബൊഫേ ഡിന്നർ ഇവിടെ തരും. തനി ബാലിനീസായ ഡിന്നറാണ്. അതിൽ അലാകാർട്ട ഡിവിഷനുമുണ്ട്. അതായത് നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കഴിക്കാവുന്ന വിഭവങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് 1,00,000 റുപ്പിയയ്ക്ക് ഡിന്നർ കിട്ടുമെന്നുള്ളതാണ്. അകത്ത് ബുഫേ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോയി കാണാം എന്ന് പറഞ്ഞു. അവളും കൂടെ വന്നു. ഡിന്നറിന് സമയമായിട്ടില്ലാത്തതുകൊണ്ട് അധികം ആളുകളെയൊന്നും ഉള്ളിൽ കാണുന്നില്ല. രാത്രിയായിക്കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ നിറയുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ സൈലന്റ് ഡേയുടെ തലേദിവസം വെക്കുന്ന ഒരു പ്രതിമയാണത്രേ. ബാലിക്കാരുടെ വലിയൊരു ആഘോഷ ദിവസമാണ് ന്യൂ ഇയർ. ശകവർഷത്തിന്റെ ആരംഭം. അതാണ് അവരുടെ ന്യൂ ഇയർ. ന്യൂ ഇയറിന്റെ തലേദിവസം ഇവർ സൈലന്റ് ഡേ ആചരിക്കും. ആരും ഒന്നും മിണ്ടില്ല. ഉപവാസമായിരിക്കും. ധ്യാനത്തിൽ മുഴുകിയിരിക്കും ആളുകളൊക്കെ. അതാണ് ഈ സൈലന്റ് ഡേയുടെ പ്രത്യേകത. നേപ്പി എന്നാണ് ആ ദിവസം അറിയപ്പെടുന്നത്. അതായത് തീ പോലും അന്ന് കത്തിക്കില്ല. ഒരാഘോഷവും ആ ദിവസം ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കില്ല. അങ്ങനെയാണ് ആ നേപ്പി ദിവസം ആചരിക്കുക. പിറ്റേ ദിവസം ന്യൂ ഇയർ. അത് വലിയ ആഘോഷത്തിന്റെ ദിവസമായിരിക്കും. അപ്പോൾ ആ കഥ കൂടി ഈ റെസ്റ്റോറന്റിനകത്ത് കയറിയതുകൊണ്ട് കിട്ടി. ഞാൻ പുറത്തേക്ക് നടന്നു. ഭക്ഷണം കഴിക്കേണ്ട നേരമായിട്ടില്ല. പലതരം റെസ്റ്റോറന്റുകളുണ്ട്. ആണുങ്ങളുടെ ഡേ കെയർ സെന്റർ എന്നാണ് ഈ റെസ്റ്റോറന്റ് അറിയപ്പെടുന്നത്. ആണുങ്ങളെ ഭാര്യമാർ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ പകൽ മുഴുവൻ അവർക്ക് ബിയറും ഭക്ഷണവും കൊടുത്ത് പരിചരിച്ചു കൊള്ളുമെന്നാണ് ഇവരുടെ ഓഫർ. അത്തരത്തിൽ വിചിത്രമായ പല പരസ്യവാചകങ്ങളും വിചിത്ര ഓഫറുകളും മിക്കവാറും കടകളുടെ മുന്നിൽ കാണാം. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ തന്നെ. ടൂറിസ്റ്റുകൾക്ക് ഷോപ്പിംഗ് നടത്താനുള്ള സ്ഥലങ്ങൾ, അവർക്ക് സിം കാർഡ് സപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങൾ, കറൻസി മാറിക്കൊടുക്കുന്ന സ്ഥലങ്ങൾ, വീണ്ടും ഭക്ഷണ വൈവിധ്യങ്ങൾ ഓഫർ ചെയ്യുന്ന കടകൾ. അതിലൊരിടത്തേക്ക് ചെല്ലുമ്പോൾ ചോറിന്റെ വിവിധ വിഭവങ്ങൾ, അതായത് ബാലിനീസ് ട്രഡീഷണൽ ഫുഡാണ് ഇവിടെ വിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാസി ചമ്പോർ എന്ന് പറയുന്ന ഒരു വിഭവമാണ്. മിക്സഡ് റൈസ് ആണ്. മറ്റൊന്ന് നാസി ഗോരങ് എന്ന് പറയും. അത് ഫ്രൈഡ് റൈസ് ആണ്. അവിടെയും ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു നടന്നു. കാർല സ്പാ എന്നൊക്കെ പറഞ്ഞ് നിരവധി സ്ഥാപനങ്ങൾ. റോഡിന്റെ മറുവശത്തും പഴയ കെട്ടിടങ്ങളാണെങ്കിൽ കൂടിയും അതിലെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വിവിധ വസ്തുക്കളുടെ വിൽപ്പനശാലകളാണ്. മോക്ഷ എന്ന് പറയുന്ന വലിയൊരു സ്പാ ഇവിടെയുണ്ട്. മസാജ് സെന്ററും സ്പായും എല്ലാം ചേർന്ന സ്ഥാപനം. അതായത് ഇന്ത്യൻ പേരുകളാണ് ഇവിടെ ഏറ്റവും പ്രശസ്തം. മോക്ഷ, സുഖ, അങ്ങനെയൊക്കെയുള്ള ധാരാളം പേരുകൾ. സൺസെറ്റ് ഡേ ആൻഡ് സ്പാ എന്ന് പറയുന്ന മറ്റൊരു സ്പാ. ധാരാളം സ്പാകളും മസാജ് സെന്ററുകളുമെല്ലാം നമുക്കിവിടെ കാണാം. കരകൗശല വസ്തുക്കൾ, ബാത്തിക് വസ്ത്രങ്ങൾ, ബാഗുകൾ, അങ്ങനെ നിരവധി സാധനങ്ങൾ വിൽക്കുന്ന കടകൾ. മറുവശത്ത് ന്യൂഡൽഹി ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ്. ഈ കടകളുടെ ഒക്കെ ഇടയിലൂടെ ചില ഇടത്തെരുവുകൾ ഉള്ളിലേക്കുണ്ട്. അത് വീടുകളിലേക്കുള്ളതാണ്. ബാലിയിലെ സാധാരണക്കാർ വസിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ഭേദപ്പെട്ട സമ്പന്നർ വസിക്കുന്ന വീടുകൾ. വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ മോഡേൺ ബാഗുകൾ, ലോകോത്തരമായ ബ്രാൻഡുകളുടെ റിപ്ലിക്കകൾ വിൽക്കുന്ന കടകൾ, ഇതൊക്കെ കാണാം. ബാലിയുടെ ഓരോ തെരുവും അല്ലെങ്കിൽ കുട്ടാ സ്ട്രീറ്റിന്റെ ഓരോ ഭാഗവും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവ മാത്രമാണ്. നാട്ടുകാർ സാധനം വാങ്ങാൻ വരുന്ന ഒരു കടയും ഇവിടെയില്ല. ഇവിടെ ചില മണ്ഡപങ്ങളുണ്ട്. വോൾക്കാനിക് ശില കൊണ്ട് കൊത്തിയെടുത്ത ചില മണ്ഡപങ്ങൾ. അതിനകത്ത് വിളക്ക് വയ്ക്കും. ഏതോ ക്ഷേത്രത്തിന്റെ ഒരു ചെറിയ പടിക്കെട്ടാണത്. ഉള്ളിൽ ഈ പ്രദേശത്തെ ഒരു സമ്പന്ന വീടും കാണാം.
വേറൊരു ക്ഷേത്രത്തിലേക്കുള്ള പടിക്കെട്ടാണിത്. ആ പടിക്കെട്ടിനോട് ചേർന്ന് ചെറിയൊരു മണ്ഡപമുണ്ട്. ഇത്തരം മനോഹരങ്ങളായ പടിക്കെട്ടുകളും മണ്ഡപങ്ങളുമൊക്കെ ബാലിയുടെ അല്ലെങ്കിൽ കുട്ടയുടെ ഏത് തെരുവിലും കാണാം. ഈ പടിക്കെട്ടിൽ ആൾക്കാർ വന്നിരിക്കുന്നു, എന്തോ ഭക്ഷണം കഴിക്കുന്നു. 3-5 പേർ വിശ്രമിക്കാൻ വന്നിരിക്കുന്ന മണ്ഡപങ്ങളാണത്. വീണ്ടും നടക്കുമ്പോൾ ത്രിൽ ഓഫ് ദി ഗ്രിൽ ആൻഡ് ബാർ എന്നൊരു റെസ്റ്റോറന്റ്. രാത്രിയാവണം ആളുകൾ വന്നു നിറയണമെങ്കിൽ. അവിടെയൊക്കെ പന്തലിട്ടിരിക്കുന്നു. ഞാൻ അതിന്റെ ചുവട്ടിലൂടെ നടന്ന് കടകൾ പിന്നിട്ട് ഇപ്പോൾ ലെജിയാൻ എന്നൊരു സ്ട്രീറ്റിലേക്ക് ചെന്ന് കയറിയിരിക്കുകയാണ്. ലെജിയാൻ സ്ട്രീറ്റിന്റെ ഓരങ്ങളിലും ധാരാളം നല്ല ഗംഭീരൻ റെസ്റ്റോറന്റുകളുണ്ട്. എല്ലാം ആകർഷകങ്ങളായ വ്യത്യസ്ത തീമുകളിലുള്ളതാണ്. ഇവിടെ ഒരു കടയ്ക്കകത്ത് ഫലകങ്ങളാണ്. സൂചനാ ബോർഡുകൾ പോലെ മഹത് വചനങ്ങൾ എഴുതിയ കുറേയേറെ പലകകൾ. നാടൻ പലകയാണ്. ഒരു ഗണേശ വിഗ്രഹവുമുണ്ട് അവിടെ. ഈ മഹത് വചന പലകകൾ ആരെങ്കിലുമൊക്കെ വാങ്ങുമോ എന്നെനിക്കറിയില്ല. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ റോഡിന്റെ ഒരു വശത്ത് മറ്റൊരു ക്ഷേത്രം കാണാം. ബാലിയിൽ എത്ര വീടുകളുണ്ടോ അത്രയും തന്നെ ക്ഷേത്രങ്ങളുമുണ്ട്. ആ ക്ഷേത്രങ്ങളെല്ലാം ട്രഡീഷണൽ ശൈലിയിൽ പണിതിരിക്കുന്നതാണ്. കറുത്ത കല്ലുകൊണ്ട് മതിൽ കെട്ടി അതിൽ ശില്പചാരുതയോടെ മണ്ഡപങ്ങൾ പണിത് പുല്ലുകൊണ്ട് മേഞ്ഞ മേൽക്കൂരയോടുകൂടി നിൽക്കുന്ന നിരവധി ചെറുക്ഷേത്രങ്ങളുടെ കാഴ്ച ഓരോ പ്രദേശത്തുമുണ്ട്. ലെജിയാൻ സ്ട്രീറ്റിലെ കരകൗശല കടകൾക്ക് മുന്നിലൂടെ ഞാൻ നടത്തം തുടരുകയാണ്. എവിടെയും ടൂറിസ്റ്റുകൾ തന്നെ. ഒരു കെട്ടിടം കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷേത്രം. ഇതാണ് അതിന്റെ ഒരു കണക്ക്. ആ ക്ഷേത്രങ്ങളിൽ കോൺക്രീറ്റിന്റെ അംശം നമ്മൾ പുറത്ത് കാണില്ല. ഈ കെട്ടിന്റെയൊക്കെ ഉള്ളിൽ കോൺക്രീറ്റിന്റെ പിൻബലമുണ്ടാകാം. പക്ഷെ നമ്മൾ പുറമേ കാണുന്നത് ലാവാക്കല്ലിൽ കൊത്തിയെടുത്ത പരമ്പരാഗത ശൈലിയിലുള്ള രൂപങ്ങളാണ്. പടിക്കെട്ടുകളിലും മണ്ഡപങ്ങളിലുമൊക്കെ അത് തന്നെയാണ് കാണുക. എല്ലാം ഗംഭീരം തന്നെ. ബാലിയിലെ ഓരോ ഗ്രാമത്തിലും ഇത്തരത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായിട്ട് തോന്നാം. അത് യഥാർത്ഥ കണക്കാണ്. വിവിധ മൂർത്തികൾക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ പഗോഡകൾ അല്ലെങ്കിൽ ഗോപുരങ്ങൾ കാണാം ഓരോ മതിൽക്കെട്ടിനകത്തും. ഇത് ഈ കാണുന്ന വീട്ടുകാരുടെ ക്ഷേത്രമാണ്. ഓരോ വീട്ടുകാർക്കും ഇതുപോലൊരു ക്ഷേത്രം വീടിനോടനുബന്ധമായിട്ടുണ്ടാകും. അതെല്ലാം ട്രഡീഷണൽ ശൈലിയിൽ പുല്ല് അല്ലെങ്കിൽ പനനാര കൊണ്ട് മേൽക്കൂര നിർമ്മിച്ച് താഴോട്ടുള്ള ഭാഗം തടികൊണ്ട് ദാരുശില്പ വേലകൾ ചെയ്ത് ഏറ്റവും താഴെയുള്ള ഭാഗം ലാവാശില കൊണ്ട് കൊത്തിയെടുത്തു നിർമ്മിച്ചതാണ്. അതിന്റെ ആ ട്രഡീഷണൽ ശൈലി ഇന്നും കൈമോശം വരാതെ അവർ സംരക്ഷിക്കുകയാണ്. കുട്ട പ്രദേശത്തെ ഒരു വാർഡാണ് ബാൻജാർ പെറിങ്. ബാൻജാർ പെറിങ്ങിന്റെ ഒരു കമ്മ്യൂണിറ്റി സെന്ററാണ് ഈ വലതുവശത്ത് കാണുന്നത്. ആളുകൾ വെറുതെ വന്നിരിക്കുകയും കലാപരിപാടികൾ നടത്തുകയും അവരുടെ ഒത്തുചേരൽ നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലം. പക്ഷേ ആ കമ്മ്യൂണിറ്റി സെന്റർ പോലും പണിതിരിക്കുന്നത് ട്രഡീഷണൽ ശൈലിയിലാണ്. ഇതാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത്. ആ ലെജിയാൻ സ്ട്രീറ്റിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എനിക്ക് തോന്നുന്നത് 3-4 കിലോമീറ്റർ നീളമുണ്ട്. മുഴുവൻ ടൂറിസത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാ കെട്ടിടങ്ങൾക്കും ശേഷം ഒരു ക്ഷേത്രമുണ്ടായിരിക്കും. അത് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ട്രഡീഷണൽ ശൈലിയിൽ തന്നെ പണിതായിരിക്കുകയും ചെയ്യും. അതിന്റെ മുന്നിൽ വിവിധ ദേവതകൾ, ദ്വാരപാലകന്മാരുടെ ശില്പങ്ങൾ, അകത്ത് ഓലമേഞ്ഞ ക്ഷേത്രം, ഇതെല്ലാം കാണാം. ബാറുകളിലൊക്കെ ആളുകൾ വന്നു തുടങ്ങി. അവരൊക്കെ വഴിയോര കാഴ്ചകൾ കണ്ട് വഴിയിലേക്ക് തിരിഞ്ഞിരുന്ന് കഥ പറഞ്ഞ് ഓരോ ബിയറും നുണഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. ഇവർ മദ്യപാനികളോ സദാചാര വിരുദ്ധരോ ഒന്നുമല്ല. ഏതോ നാട്ടിൽ നിന്ന് വന്ന കലാകാരന്മാരോ സാഹിത്യകാരന്മാരോ ശാസ്ത്രകാരന്മാരോ അധ്യാപകരോ ഒക്കെ ആയിരിക്കും. അതിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള എക്സ്പ്രസോ എന്ന് പറയുന്ന ബാർ, അതിന്റെ അടുത്തുള്ള മറ്റു ബാറുകൾ, ഇവിടെയൊക്കെ ആളുകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. രാത്രി 9 മണി കഴിയണം ഇവിടം സജീവമാകണമെങ്കിൽ. തിരക്കുള്ള തെരുവായി ലെജിയാൻ മാറുന്നത് രാത്രി 9 മണിക്ക് ശേഷം മാത്രമാണ്. ഇപ്പോൾ എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടു തുടങ്ങി. ആളുകളെ ആകർഷിക്കുന്ന സംഗീതം ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ നടന്ന് ലെജിയാൻ സ്ട്രീറ്റിലെ ഒരു പ്രധാന ജംഗ്ഷനിലേക്കെത്തി. ഇതൊരു സ്മാരകമാണ്. 2002 ഒക്ടോബർ 12-ാം തീയതി ബാലിയെ മാത്രമല്ല ഇന്തോനേഷ്യയെ ആകെ തന്നെ നടുക്കിക്കളഞ്ഞ ഒരു ബോംബ് സ്ഫോടനം ഇവിടെയാണ് നടന്നത്. ഇവിടെ ഉണ്ടായിരുന്ന പാഡീസ് ബാർ എന്ന് പറയുന്ന ഒരു ബാറിൽ രാത്രി 11 മണിക്കാണ് ബോംബ് സ്ഫോടനമുണ്ടായത്. 202 പേർ കൊല്ലപ്പെട്ടു. അതിൽ 88 പേരും ഓസ്ട്രേലിയക്കാരായിരുന്നു. ജമാഷ് ഇസ്ലാമിയ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സൂയിസൈഡ് ബോംബേഴ്സാണ് കൃത്യം നിർവഹിച്ചത്.
അന്ന് ബോംബ് സ്ഫോടനമുണ്ടായ പാഡീസ് ബാർ ഇന്ന് വേറെ എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്മാരകത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം റെസ്റ്റോറന്റുകളും നൈറ്റ് ക്ലബ്ബുകളും ഒക്കെയാണ്. എനിക്ക് നല്ല വിശപ്പ് ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ കണ്ട ഒരു റെസ്റ്റോറന്റിനകത്തേക്ക് കയറി ചെന്നു. നല്ല സൗകര്യങ്ങളുള്ള റെസ്റ്റോറന്റ്, AC ഇല്ല. സ്പോർട്സ് ആണ് ഇതിന്റെ തീം. ഇവിടുത്തെ റെസ്റ്റോറന്റുകൾ ബാറും ഉൾപ്പെടുന്നതാണ്. ഒരു ബാർ നിർബന്ധമായും എല്ലാ റെസ്റ്റോറന്റുകളിലും ഉണ്ടാകും. അവിടെ പല തീമുകളാണ്. അതിലെ സ്പോർട്സ് തീമിലുള്ളതാണ് ഈ റെസ്റ്റോറന്റ്. അതിനകത്തും ആളുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. സഹൃദയരായ ജീവനക്കാരാണ്, വളരെ ഫ്രണ്ട്ലിയാണ്. അവർ ചിരിച്ചുകൊണ്ടല്ലാതെ വിഷ് ചെയ്തുകൊണ്ടല്ലാതെ നമ്മളെ അങ്ങോട്ട് സ്വീകരിക്കില്ല. ഫെബ്രി എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ഇവൾ ഈ സ്ഥാപനത്തിൽ 2-3 വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു. ഡെൻപാസർ സ്വദേശി തന്നെയാണ്. ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ച ഒരു പെൺകുട്ടി. അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാഴ്ചയുണ്ട്. ബാലി ബിയർ സൈക്കിൾ എന്ന് പറയുന്ന ഒരു വാഹനം കടന്നു പോകുന്നു. അതായത് ഇത് ഓടുന്ന ഒരു ബിയർ പാർലറാണ്. ഫേസ് ടു ഫേസ് ആയിട്ട് ഒരു മേശയ്ക്ക് ചുറ്റും ആളുകൾക്കിരിക്കാം. സംഗീതം, ബിയർ, മറ്റു പാനീയങ്ങൾ എന്തും യഥേഷ്ടം കിട്ടും. അതായത് സഞ്ചരിക്കുന്ന ഒരു ബിയർ പാർലർ. നഗരത്തിന്റെ വിവിധ തെരുവുകളിലൂടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുകയും ഭക്ഷണത്തെക്കാൾ കൂടുതൽ പാനീയങ്ങൾ കുടിക്കുകയും ചെയ്യുന്ന ഗംഭീരമായ സൗകര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർഡർ ചെയ്ത നാസി ഗരോങ് എത്തി. അതായത് എഗ് ഫ്രൈഡ് റൈസ്. അതും ആസ്വദിച്ച് തെരുവിലെ കാഴ്ചകൾ കണ്ട് ഞാൻ അങ്ങനെ ആ റെസ്റ്റോറന്റിന്റെ തിണ്ണയിൽ ഇരിക്കുകയാണ്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വീണ്ടും ബാലി ബിയർ സൈക്കിളിന്റെ വണ്ടികൾ കടന്നു പോകുന്നു. നിരവധി വാഹനങ്ങൾ ബാലി ബിയർ സൈക്കിളിന്റെ കമ്പനിക്കുണ്ട്. വലിയൊരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അത്. ഞാൻ ഭക്ഷണവും കഴിച്ച് പുറത്തെ കാഴ്ചകൾ കണ്ട് നിൽക്കുമ്പോൾ പെൺകുട്ടികൾ അകത്തേക്ക് ആളുകളെ ക്ഷണിച്ചു കയറ്റാൻ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെയാണ് കടന്നുപോകുന്ന ഓരോ ആളെയും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് റെസ്റ്റോറന്റിനകത്ത് കച്ചവടമുണ്ടാക്കുന്നത്. റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും കുതിരവണ്ടികൾ പോയി തുടങ്ങി. ഞാൻ ഭക്ഷണം കഴിച്ച റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്ത് തന്നെ എൻജിൻ റൂം എന്നൊക്കെ പേരുള്ള നൈറ്റ് ക്ലബ്ബുകളാണ്. ഇതെല്ലാം ഓരോ നൈറ്റ് ക്ലബ്ബുകളാണ്. അകത്ത് അതിഗംഭീരമായ മ്യൂസിക്കും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട്. ചെറുപ്പക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ അതിന്റെ പരിസരത്ത് കൂടി നിൽക്കുന്നു. നിരവധി നൈറ്റ് ക്ലബ്ബുകൾ. ഈ നൈറ്റ് ക്ലബ്ബുകളുടെ അകത്തു നടക്കുന്നതൊന്നും നമുക്ക് പുറത്ത് കാണാൻ കഴിയില്ല. കർശനമായ പരിശോധന കഴിഞ്ഞേ അകത്തേക്ക് വിടുകയുള്ളൂ. അകത്ത് പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ചേർന്ന അല്പം ലഹരിയുടെ പിൻബലത്തോടെയുള്ള നൃത്ത പരിപാടിയും സംഗീതവുമൊക്കെയാണ് നടക്കുക. ഇവിടെ 5GX എന്ന് പറയുന്ന ഒരു ചെറിയ അമ്യൂസ്മെന്റ് സെന്റർ ഉണ്ട്. കുറച്ചു പേർ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നു. ഇവിടുത്തെ കലാപരിപാടി ഒരു ഇലാസ്റ്റിക്കിന്റെ അറ്റത്ത് കെട്ടിയ കസേരയിൽ ഇരുത്തി നമ്മളെ ആകാശത്തേക്ക് വലിച്ചുവിടുന്നതാണ്. അതൊരു റോക്കറ്റ് പോലെ ആകാശത്തേക്ക് കുതിച്ചുയരും. ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് ജീവശവങ്ങളായി ഇതാ 3-4 പേർ ഇറങ്ങി വരുന്നു. ഇനി ഒരിക്കലും ഇത്തരമൊരെണ്ണത്തിൽ കയറില്ലെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. എൻജിൻ റൂം എന്ന നൈറ്റ് ക്ലബിന്റെ ഒരു ഭാഗത്ത് തന്നെയാണ് ഈ അമ്യൂസ്മെന്റ് പാർക്കും. ഈ ഒരൊറ്റ റൈഡേ ഇവിടെയുള്ളൂ. ആദ്യം ആകാശത്തേക്ക് പോയി തിരിച്ചു വന്നവർ ഇറങ്ങിപ്പോയതോടുകൂടി വേറെ 2 പേർ കയറി ചെന്നു. ഭാര്യയും ഭർത്താവുമോ കമിതാക്കളോ ആയിരിക്കാം. സുരക്ഷാ കാര്യങ്ങളിലൊക്കെ ഇവർ വളരെ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അവരെ നന്നായി സീറ്റുമായിട്ട് വലിച്ചു കെട്ടി. ഇത്തിരി കഴിയുമ്പോഴേക്കും പുക വന്നു തുടങ്ങുന്നു. ഇതിനൊക്കെ ആവേശം കൊള്ളിക്കുന്ന പശ്ചാത്തല സംഗീതവുമുണ്ട്. ഒരു സ്പേസ് യാത്രയ്ക്കുള്ള ഒരുക്കം പോലെയാണ് പശ്ചാത്തല സംഗീതം. കുതിക്കാനുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു തെറ്റാലിയിൽ തെന്നിച്ച് ആകാശത്തേക്ക് വിടുന്നത് പോലെ ഇവർ ആകാശത്തേക്ക് കുതിക്കുകയാണ്. ഗ്രാവിറ്റിയെ അതിജീവിച്ചുകൊണ്ട്, ഭൂഗുരുത്വത്തെ അതിജീവിച്ചുകൊണ്ട് ഒരു പോക്കാണ്. ഒരു വലിയ നിലവിളിയും അലർച്ചയുമൊക്കെയാണ് താഴെയിരിക്കുന്നവർ കേൾക്കുക. കുറേ സമയം ഒരു ഇലാസ്റ്റിക്കിന്റെ അറ്റത്തെ പന്ത് പോലെ താഴേക്കും മുകളിലേക്കും പോയതിനു ശേഷം പിന്നെ അവർ ശാന്തമായി താഴേക്ക് വന്നു. താഴെ എത്തുന്നതോടുകൂടി അവരെ ബെൽറ്റൊക്കെ അഴിച്ച് സ്വതന്ത്രമാക്കും. കുറെ ആളുകൾ അടുത്ത കുതിപ്പിന് ഊഴം കാത്ത് പുറത്തു നിൽക്കുന്നുണ്ട്. കുട്ടയിലെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു.
ഇപ്പോൾ രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ ലജിയാൻ സ്ട്രീറ്റും കുട്ട സ്ട്രീറ്റും ഒക്കെ സജീവമാവുക. പക്ഷേ എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. നാളെ പുലർച്ചെ എനിക്കൊരു യാത്ര പുറപ്പെടേണ്ടതാണ്. ഇവിടെ നിന്ന് തിമോർ എന്ന മറ്റൊരു രാജ്യത്തേക്കുള്ള ദീർഘയാത്രയാണത്. അതുകൊണ്ട് അധികം ഉറക്കമളക്കേണ്ട എന്ന് തീരുമാനിച്ച് ഞാൻ ഹോട്ടലിലേക്ക് മടങ്ങുമ്പോൾ ഇടത്തെരുവിൽ കാണുന്നതും സുന്ദരമായ റിസോർട്ടുകളും പിന്നെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബാറുകളുമൊക്കെയാണ്. ഓരോ ഇടത്തെരുവിലുമുണ്ട് ഇത്തരത്തിലുള്ള നിരവധി റെസ്റ്റോറന്റുകളും ബാറുകളും. നടന്ന് ഗ്രാൻഡ് ഇസ്താന രാമ ഹോട്ടലിന്റെ ഗേറ്റിംഗിലേക്കെത്തി. കുട്ടയിലെ ചെറിയ ധാരാളം ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുമൊക്കെ ഉള്ളതിനിടയ്ക്ക് വലിയൊരു ക്യാമ്പസിനകത്താണ് ഗ്രാൻഡ് ഇസ്താന രാമ ഹോട്ടൽ. ഞാൻ കയറി ചെല്ലുമ്പോൾ റിസപ്ഷനിൽ അധികം ആൾക്കൂട്ടമൊന്നുമില്ല. ഈ സമയത്ത് ഹോട്ടലിനകത്തൊന്നും ആളുകളുണ്ടാവില്ല. എല്ലാവരും രാത്രി ആഘോഷത്തിലാണ്. പിറ്റേന്ന് അതിരാവിലെ ഉണർന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. യാത്രയ്ക്കൊരുങ്ങി. ബാഗൊക്കെ എടുത്ത് ഞാൻ റിസപ്ഷൻ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ചെക്കൗട്ട് ചെയ്യണം. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. ക്ലീനിംഗ് സ്റ്റാഫ് പതിയെ ക്ലീനിംഗ് ജോലികളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. റിസപ്ഷനിൽ ചെന്ന് ചെക്കൗട്ട് ചെയ്തു. കാശൊന്നും കൊടുക്കാനില്ല. എല്ലാം നേരത്തെ പേ ചെയ്തതാണ്. നൈറ്റ് ഓഡിറ്റർമാരായ സ്റ്റാഫ് മാത്രമേ പുലർച്ചെ റിസപ്ഷനിലുള്ളൂ. അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഫോർമാലിറ്റി എല്ലാം തീർത്ത് ഞാൻ പുറത്തേക്ക് നടന്നു. ഹോട്ടൽക്കാരോട് തന്നെ ടാക്സി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു. രാത്രി ഒരു മഴയൊക്കെ പെയ്തു എന്നാണ് ഈ ജീവനക്കാരൻ എന്നോട് പറഞ്ഞത്. ഈ ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ മഴയുണ്ടത്രേ. ഹോട്ടലിന്റെ തന്നെ കാറാണ്, ഒരു ഇന്നോവ കാർ. അതുമായിട്ട് ചിരിക്കുന്ന മുഖമുള്ള ഒരു ഡ്രൈവർ എത്തി. ബാലിയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ ആളുകളും ചിരിക്കുന്ന മുഖത്തോടെയായിരിക്കും. നമ്മുടെ നാട്ടിലെ ടാക്സി ഡ്രൈവർമാരും ഓട്ടോ ഡ്രൈവർമാരുമൊക്കെ ചിരിക്കുന്ന മുഖത്തോടുകൂടി ടൂറിസ്റ്റുകളെ അല്ലെങ്കിൽ യാത്രക്കാരെ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും. ഇവിടുത്തെ ഓരോ ജീവനക്കാരനും ടൂറിസ്റ്റുകളെ സ്വീകരിക്കാൻ പരിശീലനം സിദ്ധിച്ചവരാണെന്ന് തോന്നും. ഒരു കടയിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ റെസ്റ്റോറന്റിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടാക്സി പിടിക്കാൻ ചെല്ലുമ്പോൾ, എയർപോർട്ടിലെ ജോലിക്കാരെ കണ്ടുമുട്ടുമ്പോൾ ഇവരെല്ലാം ടൂറിസ്റ്റുകളോട് ഹോട്ടൽ മാനേജ്മെന്റോ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റോ പഠിച്ച ആളുകളെ പോലെയാണ് പെരുമാറുക. ഇദ്ദേഹത്തിന്റെ പേര് ആര്യ എന്നാണ്. ആര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യ തന്നെ. ആര്യയുടെ ജീവിതം ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കി. ഗ്രാൻഡ് ഇസ്താന രാമ ഹോട്ടലിന്റെ കാറാണ്. ഇവിടെ കഴിഞ്ഞ 2017 മുതൽ ജോലിക്കാരനാണ് ആര്യ. കോവിഡ് കാലത്ത് ജോലി ഉണ്ടായിരുന്നില്ല. കാരണം ഈ കാർ ഓടേണ്ടി വന്നില്ല. കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ അപൂർവമായി വന്നു. അവർക്ക് വേണ്ടി ഹോട്ടൽ തുറന്നു പ്രവർത്തിച്ചു. പക്ഷേ ആര്യയെപ്പോലെയുള്ള ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ആ സമയത്ത് ചില സ്ഥാപനങ്ങളിലേക്ക് ഭക്ഷണം വിതരണമൊക്കെ ചെയ്യുന്ന ചില ചെറിയ ജോലി ചെയ്താണ് ആ കാലം കടന്നുപോയതെന്നും ആ ഒരു 2 വർഷം ഒരു ദുരന്ത കാലമായിരുന്നെന്നും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാലമാണെന്നുമൊക്കെ ആര്യ എന്നോട് പറഞ്ഞു. ആ കോവിഡ് കാലത്തിന്റെ പ്രതിസന്ധിയുടെ കഥകളുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. പിന്നീട് കോവിഡിന് ശേഷം ടൂറിസം വീണ്ടും സജീവമായപ്പോഴാണ് ഗ്രാൻഡ് ഇസ്താന രാമ ഹോട്ടലിലേക്ക് പല ജോലിക്കാർക്കും തിരിച്ച് ജോലിക്ക് കയറാനായത്. ഈ കാണുന്ന ഹോട്ടലുകളെല്ലാം പൂട്ടിപ്പോയതാണ്. അതായത് ബാലിയിലെ വലിയൊരു ശതമാനം ഹോട്ടലുകളും പൂട്ടിപ്പോയതിനു ശേഷം വീണ്ടും തുറക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണവർ. അല്ലെങ്കിൽ അതിനകത്തെ ഫെസിലിറ്റികളും ഫർണിച്ചറുകളുമെല്ലാം ദ്രവിച്ചു പോയിരിക്കും. വലിയ സാമ്പത്തിക സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവരൊക്കെ ഇനി വീണ്ടും ടൂറിസം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയുള്ളൂ എന്നാണ് ആര്യ പറയുന്നത്. കോവിഡ് മൂലം ഏറ്റവും അധികം സാമ്പത്തിക പ്രതിസന്ധിയിലായ ടൂറിസം ഇൻഡസ്ട്രി ബാലിയുടേതാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് കാരണമുണ്ട്. ബാലിയുടെ എക്കണോമിയുടെ 60 മുതൽ 70% വരെ ടൂറിസം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സംഭാവനയാണ്. പെട്ടെന്നൊരു ദിവസം മഹാമാരിയിലൂടെ ടൂറിസം ഇൻഡസ്ട്രി ആകെ അടച്ചുപൂട്ടപ്പെട്ടപ്പോൾ ഏതാണ്ട് 2 വർഷത്തോളം തൊഴിലില്ലാത്തവരും വരുമാനമില്ലാത്തവരുമായി ബാലിയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മാറി. ടൂറിസം ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ നാളെ ജീവിക്കുമെന്ന ചിന്ത സമൂഹത്തിലുണ്ടായി. സസ്റ്റൈനബിളായ ടൂറിസം സാധ്യതകളെക്കുറിച്ചുള്ള ചിന്തകൾ തുടങ്ങി. പലരും ടൂറിസം ഇൻഡസ്ട്രി വിട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖലയിലുമൊക്കെ ആളുകൾ തൊഴിൽ തേടി തുടങ്ങി. അതിജീവനത്തിനുള്ള പുതിയ സാധ്യതകൾ ബാലിക്കാർ തേടി തുടങ്ങി.
ഇപ്പോൾ മുന്നിൽ കാണുന്നത് ഡെൻപാസർ എയർപോർട്ടിന്റെ ഇന്റർനാഷണൽ ടെർമിനലാണ്. രണ്ട് വ്യത്യസ്ത ടെർമിനലുകളായിട്ടാണ്, ഡൊമസ്റ്റിക്കും ഇന്റർനാഷണലും. ങ്ങുറാറായി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഔദ്യോഗികമായിട്ട് ഡെൻപാസറിലെ ഈ എയർപോർട്ടിന്റെ പേര്. സാധാരണ പോലെ തന്നെ മുകൾ നിലയിലാണ് ഡിപ്പാർച്ചർ, താഴെയാണ് അറൈവൽ. രാവിലെ ആയതുകൊണ്ടാവാം വലിയ തിരക്കുകളില്ല. Thank you so much for the stay in Bali. We will inviting you come back, yeah? ആര്യ ഇറങ്ങി വന്ന് ബാഗ് എടുത്തു തന്ന് യാത്ര പറഞ്ഞു പോയി. സമയം ഇപ്പോൾ 6:40 ആകുന്നതേ ഉള്ളൂ. ഏതാണ്ട് 15-20 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. ടെർമിനലിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഒരു പാലത്തിലൂടെയാണ്, ഒരു കവേർഡ് ബ്രിഡ്ജ്. 9:30-ക്കാണ് എനിക്ക് തിമൂറിലേക്കുള്ള വിമാനം, സഞ്ചാരത്തിന്റെ 144-ാം രാജ്യത്തേക്കുള്ള വിമാനം.